അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു വണ്ടി ഫ്രീ കാറായിട്ട് റാൻഡം പ്ലെയറിന് കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ വണ്ടി അപ്പോൾ നമ്മൾ BMW ആണ് കൊടുക്കാൻ പോകുന്നത്. BMW ഒക്കെ മതിയായിരിക്കും ഗൈസ്. ആദ്യം ബിഗിനേഴ്സിനൊക്കെ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും അതൊക്കെ ഒരു വലിയ കാര്യമായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ അത്യാവശ്യം പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്, മറ്റേ സ്പോയിലറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി നമ്മുടെ ഒരു ടാഗ് കൂടെ കൊടുക്കുന്നുണ്ട്, ഫോക്സി ഗെയിമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുത്തേക്കാം ഫോക്സി ഗെയിമർ ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് മറ്റേ ഇന്ത്യൻ സെർവറിൽ കയറി കൊടുക്കാമെന്നാണ് ഗൈസ്. അപ്പം ഇന്ത്യൻ സെർവറിൽ കയറി കൊടുക്കാൻ നിന്നപ്പോഴത്തേക്കും അവിടെ വലിയൊരു അടി നടക്കുമായിരുന്നു ഗൈസ്. നമുക്ക് ഈ വള്ളിപ്പരിപാടിയൊന്നും നമുക്ക് പിടിക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ ഒരു സെർവർ കയറിയൊക്കെ കൊടുക്കുന്ന ഒരു പ്ലാൻ ചെയ്ത് വെച്ച് അത് വീഡിയോ എടുത്തായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് ഗൈസ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണേലും ഇത് ഡെയിലി ലോഗിൻ ചെയ്തതിൻ്റെ റിവാർഡ്സാണ് ഇത് ഗൈസ്. നമുക്ക് എന്താണേലും റഷ് കാർ ഡിസ്റ്റൻസ് അതൊന്നും നോക്കണ്ട. നമുക്കിപ്പോൾ എന്താണെങ്കിലും ഈ വണ്ടി കൊടുക്കാൻ കൊണ്ട് ആർക്കെങ്കിലും വരുമോ നോക്കാം. ആദ്യം ഞാൻ വിചാരിച്ചത് നമുക്ക് റാങ്ക് നോക്കി കൊടുക്കാമെന്നാണ്. റാങ്ക് നോക്കി ഭയങ്കര പണിയായതുകൊണ്ട് ഗൈസ്. അപ്പം ആദ്യം ഇന്ത്യൻ സെർവറിൽ നമുക്ക് കയറാം. ഇന്ത്യൻ സെർവർ ലോഡിങ് എന്ന് ഗൈസ്. അപ്പോൾ അതൊന്ന് വരട്ട്, നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ആക്കാം, വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ വരട്ടെ ഗൈസ്, എന്നിട്ട് ബാക്കി പറയാം ഗൈസ്. അപ്പോൾ ഇതേണ്ട നമ്മളത് വന്നിട്ടുണ്ട്. നമ്മൾ വേണ്ട ഗൈസ്, വന്നപ്പോൾ തന്നെ വള്ളി ബോസ് ഗൈസ്. നമുക്ക് ഈ വള്ളിയൊന്നും പറ്റത്തില്ല, നമുക്കതുകൊണ്ട് ബാക്ക് ഇറങ്ങാം. നമ്മൾ ഈ വള്ളി പരിപാടിക്കൊന്നുമില്ല ഗൈസ്. നമുക്ക് ഈ ഇതിനോടൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ഇല്ല. വള്ളി വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പുറകെ പോലെ നമുക്ക് വയ്യ. ഇതിപ്പോൾ നമുക്ക് ആഫ്രിക്കൻ സെർവറിലൂടെ കയറാം. അവിടെ എന്താവും എന്നറിയത്തില്ല. അതിന് ആഫ്രിക്കൻ ആയതുകൊണ്ട് മലയാളം അല്ലല്ലോ, നമുക്ക് മനസ്സിലാകത്തില്ലല്ലോ ഏത് ഗൈസ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ചൂടെ നല്ല കിടുക്കാച്ച വീഡിയോസ് സ്റ്റോറീസായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ വീഡിയോ അല്ല, സ്റ്റോറി ആയിട്ട് നമ്മൾ ഉടനെ കൊണ്ടുവരും. ഇതിപ്പോൾ നമ്മൾ ആഫ്രിക്കൻ സെർവറിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്നെയാണ് കാർ ലോക്കാക്കി ഇടാം, അല്ലെ ചില തെണ്ടികൾ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും. നേരെ വണ്ടി കൊണ്ട് സെയിലിങ്ങിൻ്റെ അവിടെയാണ് കഴിച്ച് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെയാണല്ലോ എല്ലാവരും ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അതിപ്പോൾ ഈ വണ്ടി കൊടുത്താലും ആരും നമ്മുടെ ചാനൽ നോക്കുന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ല. പിന്നെ ഒരു ഇതിന് വേണ്ടി സ്പോൺസർഷിപ്പ് എന്നുള്ള ഒരു ഭാഗത്തിൻ്റെ പേരിലാണ് ഇത് പുറകെ പേരൊട്ടിച്ചേക്കുന്നത്. ഇപ്പം ആരും ചാനൽ നോക്കുന്നൊന്നും എനിക്ക് ഒരുറപ്പുമില്ല. അതേതാ ഗൈസ് ആ വണ്ടി? BMൻ്റെ എങ്ങാണ്ടല്ലേ ഒരു വണ്ടിയെ പോയത് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും റിച്ചായിട്ടുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ആ വണ്ടിക്കൊക്കെ 2 മില്യൺ രൂപയോ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ചെറുതായിട്ട് ലാഗ് അടിച്ചപ്പോൾ ഒന്ന് ഇടിച്ചിട്ടുണ്ട്, വിഷയമില്ലെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, വിഷയമൊന്നുമില്ല. നമുക്കപ്പോൾ പിന്നെ ഇടിച്ചത് എന്തുവാ ഇത് നമുക്ക് വളച്ചിട്ട് കൊണ്ട് അവിടെ ഇടാം, പാർക്ക് ചെയ്ത് വെക്കാം. ആർക്കെങ്കിലും നോക്കട്ടെ ഗൈസ്, നമുക്ക് ID നോക്കാം. IDയിൽ റാങ്ക് നോക്കി നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടേക്കാം, ആർക്കും ഒരു ഉപദ്രവമാവട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ റാങ്ക് നോക്കാൻ പോവാണ് ഗൈസ്. ഈ പുള്ളിയുടെ റാങ്ക് തന്നെ ചങ്കുസോ അങ്ങോട്ടാണ് ഗൈസ് പേര്. നമുക്ക് റാങ്ക് എന്ന് പറയുമ്പോൾ സുപ്രീമാണ് ഗൈസ് വരുന്നത്. സുപ്രീം വേണ്ട ഗൈസ്, നമുക്ക് അത് വേണ്ട. റാങ്ക് മാറ്റി പിടിക്കാം. നമുക്ക് ഈ എക്സ്പേർട്ടിന് താഴെയൊക്കെ വരുവാണെങ്കിൽ ഗൈസ് ഓക്കെയാണ് ഗൈസ്. ഇതൊക്കെ റിച്ച് പ്ലെയേഴ്സാണ് ഗൈസ്, എല്ലാം റിച്ച് ആൾക്കാരാണ്.
കണ്ടില്ല ഇതുള്ളതാണ് ഓൾറെഡി ഗൈസ്. അപ്പോൾ മറിയോ ഇതിപ്പോൾ എക്സ്പേർട്ടിലാണ് റാങ്ക് കിടക്കുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് സെയിലിങ്ങിന് കൊടുത്ത് നോക്കാം. ഒരു രൂപയ്ക്ക് പുള്ളി വാങ്ങുമോയെന്നറിയത്തില്ല, നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. 1 രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്ത് കൊടുക്കാം, മേടിക്കുമെന്നറിയാമല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ സെയിലിന് ഇട്ടിട്ടുണ്ട്, ആ പുള്ളിക്ക് കാർ സെയിൽ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പുള്ളി ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഗൈസ് ഇതുവരെ. നമ്മൾ മിക്കവാറും ഈ സെർവറിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഗൈസ്. ഇത് അത്യാവശ്യം റിച്ച് സെർവറാണ്. ഞാൻ എപ്പോഴും ഈ സെർവറിലാണ് കയറുന്നത്, കാർ മേടിക്കാനും കൊടുക്കാനും ഒക്കെ. ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് ഈ സെർവർ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു വള്ളിയായെന്ന് തോന്നുന്നു. കാരണം ഗൈസ് ഇവിടെ ഒന്നാമതെ സെയിൽ ചെയ്യാൻ ഇടയില്ല, പിന്നെ ആരും ഇത് ഫുള്ള് റിച്ച് ആൾക്കാരുമാണ്. നമുക്കപ്പോൾ എന്താണേലും സെർവറിൽ നിന്ന് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇതാ മറ്റേ പുള്ളിയല്ലേ ഗൈസ്? ഇതെന്താ ഗൈസ്, ജി വർക്കാണോ ടയറയിലൊക്കെ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. എന്താ ഈ വണ്ടി ഇങ്ങനെ? ആണ്ടാ ഗൈസ്, അതിന് 50 മില്യണൊക്കെ ഇട്ടേക്കുന്നു. അങ്ങനെയൊന്നും അല്ലായിരിക്കും, പുള്ളിക്കെന്തോ മാറിപ്പോയതായിരിക്കും. 5 മില്യൺ വല്ലതും ഇട്ടതായിരിക്കും, അത് 50 മില്യൺ ആയിപ്പോയത്. 5 മില്യൺ ആ വണ്ടി ഉണ്ടോ? ഇല്ലായിരിക്കും, 5 മില്യണുള്ളതൊന്നും ഇല്ല ഗൈസ് ആ വണ്ടി. ആ വണ്ടി നമ്മൾ സാധാരണ ഗ്യാരേജിൽ നിന്ന് മേടിക്കുമ്പോൾ എത്രയാ? 500 താഴെയാണ് ഗൈസ്, അല്ല 5 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ ഈ പുള്ളി അത്യാവശ്യം ഒന്നുകൂടെ ഇട്ട് നോക്കാം ഗൈസ് നമുക്ക്. പുള്ളി മേടിക്കുമെന്ന് അറിയത്തില്ലല്ലോ ഗൈസ്. അപ്പോൾ ആ ഒരു പുള്ളി ഇത് മേടിക്കുന്നില്ല, നമുക്ക് എന്താണെങ്കിലും സെർവർ മാറ്റണം ഗൈസ്. അപ്പോൾ ഇതിനകത്തൊന്നും നടന്നിട്ട് കാര്യമില്ല, നമുക്കെന്താണെങ്കിലും സെർവർ മാറ്റാം കേട്ടോ. സെർവർ മാറ്റാതെ ഒരു രക്ഷയുമില്ല. ഇവിടെയൊന്നും കൊണ്ട് ഇടാനും പറ്റത്തില്ല. സെയിലിങ്ങിനായിരുന്നെങ്കിൽ ആരെങ്കിലും വന്ന് മേടിച്ചേനെ. അപ്പോൾ സെയിലിങ്ങിനും സാലറി ഇല്ല, അതാണ് വിഷയം. നമുക്ക് എന്നാലും ബാക്ക് അടിച്ചിട്ട് വേറെ ആഫ്രിക്കൻ സെർവർ വല്ലതും നോക്കാം ഗൈസ്. ആഫ്രിക്കൻ അല്ല, ഇത് ആഫ്രിക്കനാണ് ഗൈസ്. അറബിക് സെർവർ വല്ലതും നോക്കാം. അറബിക്കാണ് പിന്നെ ഇച്ചിരി കൂടെ ഒരു ലോക്കലായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അറബിക് സെർവറിലോട്ട് കയറിയിട്ട് കാണാം ഗൈസ്. അവിടെ എന്താവും എന്നറിയത്തില്ല, നോക്കണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് കൂടി ചെയ്തോ ഗൈസ്. നമ്മൾ റോഡ് ടു 100 സബ്ബാണ്. ഇപ്പോൾ എത്ര 83 എങ്ങാണ്ടായി. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. നമ്മൾ ഗീവ് അവേ ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ഗൈസ് BMW ആണ് കൊടുക്കുന്നത്, മറ്റേ കൂടി RM കാർ ഇതാണ് കൊടുക്കുന്നത്. പിന്നെ വേറൊരു വണ്ടിയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ, വേണമെന്നുമല്ലോ. 2 വണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കയറ്റിയിടാം ഗൈസ്. അപ്പോൾ ഒരു സെയിലിംഗ് സ്ഥലമുണ്ട് കേട്ടോ അവിടെ, നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് കയറ്റിയിടാം. ആരും ഇത്തവണ റാങ്ക് ഒന്നും നോക്കുന്നില്ല ഗൈസ്, നേരെ അങ്ങോട്ട് ഇട്ട് 1 രൂപയ്ക്ക് അങ്ങോട്ട് വിൽക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ 1 രൂപയ്ക്ക് വിൽക്കാം, 1 രൂപ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് വലിയൊരു ഇഷ്ടമാണ് ഗൈസ്. ആരുണ്ട് മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആരാ മേടിച്ചതെന്നറിയത്തില്ല, അതാണ് വിഷയം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവരുടെ ഇടയ്ക്കും ഒരു ഫാൻസുള്ള വണ്ടിയാണിത്. CPM-നകത്ത് ഈ വണ്ടിയൊക്കെ ഞാൻ ആദ്യം കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഗൈസ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഗൈസ് ഈ വണ്ടിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ പൈസ ഇല്ലായിരുന്നു ഗൈസ്. നമ്മളിപ്പോൾ കളിക്കാൻ കയറിയാലും നമ്മുടെ വണ്ടിയൊന്നും ആരും വാങ്ങത്തില്ലായിരുന്നു. നമ്മൾ പുതിയതെടുക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര റേറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയ്ക്കൊന്നും ഒരു നല്ല രീതിക്ക് നമ്മൾ കളിച്ചിട്ടാണ് നമ്മൾ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് നമ്മൾ ഇത്രയും പൈസ ഒക്കെ ഒപ്പിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ഗിഫ്റ്റായിട്ടിരിക്കട്ടെ ഗൈസ്. അപ്പോൾ അതല്ലേ സന്തോഷം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓടിച്ച് നമ്മളൊക്കെ സെറ്റായി
അപ്പോൾ അവർക്കൂടെ ഓടിക്കണ്ടേ, പുതിയതായിട്ട് വരുന്നവർക്കും ഓടിക്കണ്ടേ ഗൈസ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഇപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഈ വണ്ടിയല്ല വിചാരിച്ചത്. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.